ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ട്സുകളായിരുന്നു ഓപ്പൺ മാപ്പിംഗ് തിയറവും ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറവും. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്സുകളാണ്, ചോദിക്കാൻ വളരെ സാധ്യതയുള്ള രണ്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു ഓക്കെ, എഴുതി തന്നെ പഠിക്കുക. നെക്സ്റ്റ് സെക്ഷനിൽ അതേപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് ഈ ഒരു യൂണിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ കാണുന്നത്, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം. അതും പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നോക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി normed spaces and T from domain of T subset of X to Y be a linear operator, then T is called a closed linear operator if its graph of T which is equal to set of all ordered pair X Tx such that X belongs to domain of T. Graph of T നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇറ്റ്സ് ഇമേജ് ടി എക്സ്, എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ടി, ഇത്തരത്തിലുള്ള ഓർഡേഡ് പെയർസിൻ്റെ കളക്ഷൻ, അതാണ് ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഗ്രാഫ് ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ ദ നോർമൽ സ്പേസ് എക്സ് ക്ലോസ് വൈ. അപ്പോൾ അതാണ് കണ്ടീഷൻ. അതായത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി ഫ്രം ഡൊമൈൻ ഓഫ് ടി സബ്സെറ്റ് ഓഫ് എക്സ് ടു വൈ എന്ന് പറയുന്ന ഈ ഒരു ലീനിയർ ഓപ്പറേറ്റർ ക്ലോസ്ഡ് ആകാനുള്ള കണ്ടീഷൻ, അതിൻ്റെ ഗ്രാഫ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ ദ നോർമൽ സ്പേസ് എക്സ് ക്രോസ് വൈ ആയിരിക്കണം. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ഇറ്റ്സ് എ ലീനിയർ ഓപ്പറേറ്റർ ടി ഈസ് ക്ലോസ്ഡ് ഇഫ് ഇറ്റ്സ് ഗ്രാഫ് ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ക്രോസ് വൈ. ഗ്രാഫ് ക്ലോസ്ഡ് ആയിരിക്കണം, ആ ഫംഗ്ഷൻ്റെ, ആ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഗ്രാഫ് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്ന നോർമൽ സ്പേസ് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ ലീനിയർ ഓപ്പറേറ്റർ ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ സ്പേസ് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റീസൺ നമ്മൾ താഴേക്ക് പറയും, എക്സ് ക്രോസ് വൈ ഒരു നോർമൽ സ്പേസ് ആണ്, അവിടെ നമുക്കൊരു വെക്റ്റർ സ്പേസ്, അതൊരു വെക്റ്റർ സ്പേസ് ആണ്, അവിടെ വെക്റ്റർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു നോം ഡിഫൈൻ ചെയ്ത് അതൊരു നോർമൽ സ്പേസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയും. ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ എന്താണ്? അതിൻ്റെ ഗ്രാഫ് ക്ലോസ്ഡ് ആയിരിക്കണം, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ എക്സ് ക്രോസ് വൈ ഈസ് എ നോർമൽ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. എക്സ് ക്രോസ് വൈ ഒരു നോർമൽ സ്പേസ് ആയിട്ട് മാറുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഫോളോയിങ് ഓപ്പറേഷൻ. ഫസ്റ്റ് വെക്റ്റർ അഡീഷൻ. എക്സ് ക്രോസ് വൈ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത് x1y1 പ്ലസ് x2y2. എക്സ് ക്രോസ് വൈ എന്നുള്ള കളക്ഷൻ നമുക്കറിയാം. എക്സ് ക്രോസ് വൈ ഈസ് ദിസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വൈ. ആ കളക്ഷനാണ് എക്സ് ക്രോസ് വൈ എന്ന് പറയും. അപ്പോൾ ഒരു നോർമൽ സ്പേസ് ആണ്. ഫസ്റ്റ് അവിടെ നമ്മൾ വെക്റ്റർ അഡീഷൻ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്, രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ x1y1 x2y2 രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുക, ദെൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് x1 പ്ലസ് x2 y1 പ്ലസ് y2. ഇതാണ് അവിടുത്തെ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. x1 x2 belongs to capital X and y1 y2 belongs to capital Y. Then scalar multiplication defined as alpha into x comma y equal to alpha x comma alpha y. This is scalar multiplication defined on x cross y. That is, x belongs to capital X, y belongs to capital Y, and alpha belongs to the scalar field capital K. So which is the scalar multiplication defined on x cross y. അപ്പോൾ നിങ്ങൾ ആദ്യം വെരിഫൈ ചെയ്യുക, എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ഫോം ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ദിസ് വെക്റ്റർ അഡീഷൻ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. എക്സ് ക്രോസ് വൈ ഫോംസ് എ വെക്റ്റർ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ഓപ്പറേഷൻസ് എക്സ് ക്രോസ് വൈ ഫോംസ് എ വെക്റ്റർ സ്പേസ്. അത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. വെക്റ്റർ സ്പേസിൻ്റെ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ. ഈ രണ്ട് ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് വെക്റ്റർ സ്പേസ് ആയിട്ട് മാറും, എക്സ് ക്രോസ് വൈ എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ആയിട്ട് മാറും എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടേക്ക്, അപ്പോൾ ഇത് വെക്റ്റർ സ്പേസ് ആക്കി മാറ്റി ഈ ഓപ്പറേഷൻസ് വെച്ചുകൊണ്ട് അതൊരു വെക്റ്റർ സ്പേസ് ഫോം ചെയ്തു, അത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മളൊരു നോം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എക്സ് ക്രോസ് വൈയിൽ നോം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എക്സ് ക്രോസ് വൈയിൽ എലമെൻറ്റ് ചൂസ് ചെയ്യുക, എക്സ് കോമ വൈ. അതിൻ്റെ നോം ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് നോം എക്സ് പ്ലസ് നോം വൈ. ക്ലിയർ ആണല്ലോ. സോ ഇത് ഉദ്ദേശിക്കുന്നത് എക്സ് ക്രോസ് വൈയിലെ നോമാണ്. സോ എക്സ് ക്രോസ് വൈയിൽ നോം ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്, നോം എക്സ് പ്ലസ് നോം വൈ. ദാറ്റ് ഈസ് ദിസ് ഇസ് ദ നോം ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ എക്സ് ആൻഡ് ദിസ് ഇസ് ദ നോം ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ വൈ. ക്ലിയർ ആണല്ലോ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എക്സ് ക്രോസ് വൈയിൽ നോം ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എക്സ് ക്രോസ് വൈ ഒരു എലമെൻറ്റ് എക്സ് വൈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോം ഓഫ് എക്സ് വൈ ഈസ് ഡിഫൈൻഡ് ആസ് നോം എക്സ് പ്ലസ് നോം വൈ. ദിസ് ഇസ് നോം ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ എക്സ് ആൻഡ് ദിസ് ഇസ് എ നോം ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ വൈ. എക്സും വൈയും ഓൾറെഡി നോമഡ് സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. എക്സും വൈ ഓൾറെഡി നോമഡ് സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ക്രോസ് വൈയിലെ നോം ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നോം ആണെന്ന് നമ്മൾ നോമിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. എക്സും വൈ നോമഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് വെരിഫൈ ചെയ്യുന്നത്. ഇത് നോമാണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും. നോം എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതോടൊപ്പം തന്നെ നോം എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ. ഓർഡർഡ് പെയർ എക്സ് വൈ ഈക്വൽ ടു 0. അതേപോലെ തന്നെ തേർഡ് കണ്ടീഷൻ നോം ആൽഫ ഇൻറ്റു എക്സ് വൈ, നോം ആൽഫ ഇൻറ്റു എക്സ് വൈ ഈസ് സെയിം ആസ്, എങ്ങനെയാണ് എഴുതുന്നത്, നോം ആൽഫ ഇൻറ്റു എക്സ് വൈ ഈസ് സെയിം ആസ് മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് വൈ. അങ്ങനെ എഴുതിപ്പോൾ നോം ആൽഫ ഇൻറ്റു എക്സ് വൈ ഈസ് സെയിം ആസ് മോഡ് ആൽഫ ഇൻറ്റു എക്സ് വൈ. ഓക്കെ, അപ്പോൾ അതും തേർഡ് പ്രോപ്പർട്ടി അവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് വൈ. ദെൻ ട്രയാങ്കിൾ ഇനിക്വാലിറ്റി ലാസ്റ്റ് പ്രോപ്പർട്ടി, രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുക, എക്സ് വൈ ഇസഡ് ആർ, എക്സ് വൈയും ഇസഡ് ആറും എക്സ് ക്രോസ് വൈയിൽ രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുക. ദെൻ നോം ഓഫ് എക്സ് വൈ പ്ലസ് ഇസഡ് ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് വൈ പ്ലസ് നോം ഇസഡ് ആർ. ഓക്കെ, അപ്പോൾ ആ 4 പ്രോപ്പർട്ടീസും അവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്ത് നോക്കുക. സോ ഈ ഇതെന്ന് പറയുന്നത് എക്സ് ക്രോസ് വൈയിൽ ഒരു നോം ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ എക്സ് ക്രോസ് വൈ വെക്റ്റർ സ്പേസ് ആണെന്ന് പറഞ്ഞു, അവിടെ ഒരു നോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് ആയിട്ട് മാറി. എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് നോംഡ് സ്പേസ് ആയിട്ട് മാറി. ഓക്കെ, ദെൻ ആ നോംഡ് സ്പേസിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് വി കൺസിഡർ ക്ലോസ്ഡ് ഗ്രാഫ് തിയറം. ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, sufficient condition for a closed linear operator to be bounded. So closed graph theorem is the sufficient condition for a closed linear operator to be bounded. Closed linear operator bounded ആകാനുള്ള sufficient condition, അതാണ് closed graph theorem പറയുന്നത്. ഒരു closed linear operator bounded ആകാനുള്ള condition, sufficient condition. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ക്ലോസ്ഡ് ഗ്രാഫ് തിയറം വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ബെനാക് സ്പേസസ്. ഇവിടെ എക്സും വൈയും ബെനാക് സ്പേസ് ആണ്. ശ്രദ്ധിക്കണം, എക്സ് ആൻഡ് വൈ ബി ബെനാക് സ്പേസസ്. ആൻഡ് ടി ഫ്രം ഡൊമൈൻ ഓഫ് ടി സബ്സെറ്റ് ഓഫ് എക്സ് ടു വൈ ബി എ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ. ഇഫ് ഡൊമൈൻ ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ദെൻ ടി ഈസ് ബൗണ്ടഡ്. തന്നിരിക്കുന്ന എക്സും വൈ ബെനാക് സ്പേസ് ആണ്. ടി എന്ന് പറയുന്ന ഡൊമൈൻ ഓഫ് ടി സബ്സെറ്റ് ഓഫ് എക്സ് ടു വൈയിലേക്കുള്ള ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടി ഈസ് എ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ. ദെൻ കണ്ടീഷൻ ഇതാണ്, ഇഫ് ഡൊമൈൻ ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്, ഡൊമൈൻ ഓഫ് ടി എക്സിൽ ക്ലോസ്ഡ് ആണെങ്കിൽ ടി ബൗണ്ടഡ് ആയിരിക്കും, ദെൻ ടി ഈസ് ബൗണ്ടഡ്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ആണെങ്കിൽ ടി ബൗണ്ടഡ് ആയിരിക്കും. അതാണ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം പറയുക. ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഡൊമൈൻ ഓഫ് ടി ക്ലോസ്ഡ് ആണെങ്കിൽ ടി ബൗണ്ടഡ് ആയിരിക്കും. അതാണ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം പറയുന്നത്. ക്ലിയർ ആണല്ലോ? റിസൾട്ട് ക്ലിയർ ആണല്ലോ? ഓക്കെ, എക്സ് ആൻഡ് വൈ ആർ ബെനാക് സ്പേസസ്. രണ്ട് ബെനാക് സ്പേസുകളാണ് എക്സും വൈയും. ഓക്കെ, സോ പ്രൂഫിലേക്ക് പോവാം. Given x and y, x comma y are Banach spaces and x cross y forms a normed space under the following operations. Vector addition പറയുന്നുണ്ട്, x1 y1 plus x2 y2 equal to x1 x2 plus y1 y2. Scalar multiplication defined as alpha into x1 y1 or alpha into xy. ഇങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. Alpha x1 y1 is equal to alpha x1 comma alpha y1. Norm defined as norm xy is equal to norm x plus norm y. കൃത്യമായിട്ട് പറയുന്നത് norm xy എന്ന് പറയുന്നത് x cross y ലെ norm. This is a norm defined on capital X and this is a norm defined on capital Y. എന്ന് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്യാപിറ്റൽ എക്സിലെ നോം, ഇത് ക്യാപിറ്റൽ വൈയിലെ നോമുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ വെരിഫൈ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ വെക്ടർ സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്തതാണ്. അതേപോലെ നോം ആണെന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്പേസ് ആയിട്ട് മാറും എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ ആദ്യം കാണിക്കുന്നത്, വി വിൽ ഫസ്റ്റ് ഷോ ദാറ്റ് എക്സ് ക്രോസ് വൈ ഈസ് കംപ്ലീറ്റ്. എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണ് എന്നാണ് നമ്മൾ ആദ്യം കാണിക്കുക. ഒരു ബെനാക് സ്പേസ് ആണ്.
ഇപ്പോൾ നോർമൽ സ്പേസ് ആണെന്ന് മാത്രമേ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണ്, അല്ലെങ്കിൽ ബെനാക് സ്പേസ് ആണെന്നുള്ളത് നമ്മൾ അടുത്തായിട്ട് കാണിക്കുക. ദാറ്റ് മീൻസ് അതിൽ ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും എക്സ് ക്രോസ് വൈയിൽ ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജ് ചെയ്യുന്നത് എക്സ് ക്രോസ് വൈയിൽ തന്നെയാണെന്ന് കാണിച്ചാൽ മതി. സോ വി ചൂസ് an arbitrary Cauchy sequence, sequence Zn. Let sequence Zn be an arbitrary Cauchy sequence in x cross y. That is Zn ന്റെ ഫോം എന്തായിരിക്കും? x cross y ലെ Cauchy sequence ആണ്. So Zn is of the form xn ordered pair xn, yn, ordered pair xn yn, with xn belongs to capital X, yn belongs to capital Y. Clear ആണല്ലോ? Then by definition of Cauchy sequence, for all epsilon greater than 0, there exists a stage capital N. There exists a stage capital N such that norm Zn minus Zm strictly less than epsilon for all n comma m greater than capital N. By the condition, by the definition of Cauchy sequence. That is equation number 1. That implies Zn is ordered pair xn yn, Zm is ordered pair xm ym. So that implies norm xn yn minus xm ym strictly less than epsilon for all nm greater than capital N. And already നമ്മൾ vector addition define ചെയ്യുന്നുണ്ട്. By this vector addition, that norm become norm of xn minus xm comma yn minus ym by this vector addition, which is strictly less than epsilon for all nm greater than capital N. And by the norm, by this norm, that become norm xn minus xm plus norm yn minus ym, which is strictly less than epsilon for all nm greater than capital N. ആ ഒരു സം സ്ട്രിക്ട്ലി ലെസ് താൻ എപ്സിലോൺ എന്ന് കിട്ടിയിരിക്കും. നോം എക്സ് എൻ മൈനസ് എക്സ് എം പ്ലസ് നോം വൈ എൻ മൈനസ് വൈ എം സ്ട്രിക്ട്ലി ലെസ് താൻ എപ്സിലോൺ ആണെങ്കിൽ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? നോം എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നു സ്ട്രിക്ട്ലി ലെസ് താൻ എപ്സിലോൺ ആയിരിക്കും. നോം വൈ എൻ മൈനസ് വൈ എം എന്ന് പറയുന്നു സ്ട്രിക്ട്ലി ലെസ് താൻ എപ്സിലോൺ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കാരണം ഓരോ നോം വാല്യൂ നമുക്കറിയാം, നോം വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ആ സം ടോട്ടൽ സം ലെസ് താൻ എപ്സിലോൺ ആകണമെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ നോം വാല്യൂ എന്ന് പറയുന്നു സ്ട്രിക്ട്ലി ലെസ് താൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? That is, we get for each epsilon greater than 0, there exists a stage n such that norm xn minus xm strictly less than epsilon. എന്ന് പറഞ്ഞാൽ that is a condition sequence xn Cauchy sequence ആണ് കണ്ടീഷൻ ആണല്ലേ. x sequence xn എന്ന് പറയുന്ന ഒരു Cauchy sequence ആണെന്ന് നമുക്ക് കിട്ടി in x. അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് for all epsilon greater than 0, there exists a stage capital N such that norm yn minus ym strictly less than epsilon for all nm greater than capital N. അതെന്തായിരുന്നു? സീക്വൻസ് yn Cauchy ആണെന്നുള്ള കണ്ടീഷനാണ്. So we get sequence yn is a Cauchy sequence in capital Y. നമുക്ക് രണ്ട് സീക്വൻസുകൾ കിട്ടി. ഒന്ന് സീക്വൻസ് എക്സ് എന്ന് പറയുന്ന ഒരു Cauchy സീക്വൻസ് കിട്ടി ക്യാപിറ്റൽ എക്സിൽ, അതേപോലെ തന്നെ സീക്വൻസ് വൈ എന്ന് പറയുന്ന ഒരു Cauchy സീക്വൻസ് ക്യാപിറ്റൽ വൈ കിട്ടി. ഇനി എക്സും വൈയും രണ്ടും കംപ്ലീറ്റ് സ്പേസുകളാണ് നമുക്കറിയാം, ബെനാക് സ്പേസുകളാണ്. ദാറ്റ് മീൻസ് അതിലുള്ള Cauchy സീക്വൻസ് എല്ലാം അതിലേക്ക് തന്നെ കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സോ ദെയർഫോർ ബട്ട് ഗിവൺ x and y are Banach spaces. Given x and y are Banach spaces, so sequence xn converges in x and sequence yn converges in y. Say xn approaches to x, element of capital X, yn approaches to y, element of capital Y. Clear ആണല്ലോ? Now in equation 1, from equation 1 keep n fixed and m tends to infinity. Equation 1 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്താണ് equation 1. equation 1ൽ n നെ ഫിക്സ് ചെയ്യുക, m നെ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുക. സോ Zm എന്ന് പറയുന്നത് നമുക്കറിയാം, Zm എന്ന് പറയുന്നത് എക്സ് എം വൈ എം ആണ്, ഓർഡേഡ് പെയർ എക്സ് എം വൈ എം ആണ്. Zm എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ എക്സ് എം വൈ എം ആണ്. m ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് എം എങ്ങോട്ടാണ് പോവുക? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു എക്സ് എം എന്ന് പറയുന്നത് ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എം കൺവേർജസ് ടു എക്സ് ആണ്, വൈ എം കൺവേർജസ് ടു വൈ ആണ്. സോ ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് എക്സ് എം വൈ എം കൺവേർജസ് ടു എക്സ് കോമ വൈ. ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ordered pair xm ym approaches to x comma y. ക്ലിയർ? ഇതിനെയാണ് ഈ ordered pair x y ആണ് നമ്മൾ z എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. z ക്ലിയർ ആണല്ലോ? സോ ആസ് m tends to infinity this zm approaches to z where z is ordered pair x comma y. ക്ലിയർ ആണല്ലോ? n നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഇക്വേഷൻ 1 become when n is fixed and m tends to infinity, equation 1 become norm zn minus z. ഇനി നമ്മൾ z എന്ന് വിളിക്കുക ഈ ലിമിറ്റിനെ. norm zn minus z strictly less than epsilon for all n greater than capital N എന്ന് കിട്ടും. n നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, m നെ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, m ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇക്വേഷൻ 1 become norm zn minus z less than epsilon for all n greater than capital N where z is ordered pair xy. ക്ലിയർ ആണോ? റീസൺ ക്ലിയർ ആയല്ലോ? ഇസ് എ റീസൺ. That implies നമുക്ക് എന്ത് കിട്ടി? norm zn minus z strictly less than epsilon for all n greater than capital N. That is a convergence condition, അല്ലേ? So we get zn converges to z. Okay, that is a convergence condition. So we get zn which is equal to ordered pair x and y converges to or approaches to z, that is equal to ordered pair xy
ക്ലിയർ ആണല്ലോ. ഇനി എക്സ് എന്ന് പറയുന്ന എവിടുത്തെ എലമെൻ്റാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സീക്വൻസ് കണ്ടീഷൻ അനുസരിച്ച് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന എവിടെ തന്നെ ഉണ്ട്. എക്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ് ഓൾറെഡി നമുക്ക് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിലാണെന്ന് പറയാം. വൈ എന്ന് പറയുന്നത് വൈയിലാണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് അപ്പോൾ എവിടെ വരും? എക്സ് ക്യാപിറ്റൽ എക്സിലെ എലമെൻ്റ് ആണ്, വൈ ക്യാപിറ്റൽ വൈ എലമെൻ്റ് ആണ്. ദെയർഫോർ ഓർഡേഡ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു എക്സ് ക്രോസ് വൈ, ക്യാപിറ്റൽ എക്സ് ക്രോസ് ക്യാപിറ്റൽ വൈ. ദാറ്റ് മീൻസ് ഇസഡ് എന്ന് പറയുന്ന ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എവിടെയുണ്ടെന്ന് കിട്ടി? എക്സ് ക്രോസ് വൈയിലുണ്ടെന്ന് കിട്ടി. അതായത് ഇസഡ് എന്ന് പറയുന്നത് സീക്വൻസ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് ക്രോസ് വൈയിലെ ഒരു ആർബിട്രറി കോച്ച് സീക്വൻസ് ആയിരുന്നു. ആ ആർബിട്രറി കോച്ച് സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എക്സ് ക്രോസ് വൈയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെന്ന് കിട്ടി. എക്സ് ക്രോസ് വൈയിൽ ഏതൊരു കോച്ച് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എവിടെ തന്നെ കാണും? എക്സ് ക്രോസ് വൈയിൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എക്സ് ക്രോസ് വൈ ഈസ് എ കംപ്ലീറ്റ് നോർമൽ സ്പേസ്, ബെനാക് സ്പേസ്. ഓക്കെ, കംപ്ലീറ്റ് നോർമൽ സ്പേസ്. ക്ലിയർ ആണല്ലോ. അപ്പം എക്സ് ക്രോസ് വൈ കംപ്ലീറ്റ് ആണെന്ന് കാണിച്ചു. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ടാണ് സബ്സ്പേസ് എം ഓഫ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എക്സ് ഈസ് കംപ്ലീറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൻ്റെ സബ്സ്പേസ് കംപ്ലീറ്റ് ആകാനുള്ള ഒരു ക്യാരക്ടറൈസേഷൻ, ഒരു ക്രൈറ്റീരിയനാണ് പഠിച്ചിരിക്കുന്നത്. എ സബ്സ്പേസ് എം ഓഫ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്, ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൻ്റെ സബ്സ്പേസ് കംപ്ലീറ്റ് ആകുന്ന ക്രൈറ്റീരിയനാണ് ഈസ് കംപ്ലീറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് ആയാൽ മതി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഇവിടെ ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ടി ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ടി ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെന്നുള്ള കണ്ടീഷൻ ആയിരുന്നു ഗ്രാഫ് ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഗിവൺ ടി ഈസ് ക്ലോസ്ഡ്, ദെർഫോർ ഗ്രാഫ് ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ക്രോസ് വൈ. ഗ്രാഫ് ഓഫ് ടി ക്ലോസ്ഡ് ഇൻ എക്സ് ക്രോസ് വൈ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ, സിൻസ് ടി ഈസ് ക്ലോസ്ഡ്. ഇനി എക്സ് ക്രോസ് വൈ കംപ്ലീറ്റ് ആണ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് ദ കംപ്ലീറ്റ് നോർമൽ സ്പേസ് എക്സ് ക്രോസ് വൈ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്രാഫ് ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് ദ കംപ്ലീറ്റ് നോർമൽ സ്പേസ് എക്സ് ക്രോസ് വൈ. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെന്ന് പറയാമല്ലോ. ക്ലിയർ അല്ലേ? റിസൾട്ട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൻ്റെ അല്ലെങ്കിൽ കംപ്ലീറ്റ് നോർമൽ സ്പേസിൻ്റെ സബ്സ്പേസ് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഇഫ് അത് ക്ലോസ്ഡ് ആയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് നോർമൽ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണ് ഏത്? ഗ്രാഫ് ഓഫ് ടി എന്ന് പറയും. ഈ കംപ്ലീറ്റ് നോർമൽ സ്പേസ് എക്സ് ക്രോസ് വൈയുടെ ഒരു സബ്സ്പേസ് ആണ് ഗ്രാഫ് ഓഫ് ടി. അത് കംപ്ലീറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? കംപ്ലീറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? റിസൾട്ട് അനുസരിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. ഈഫ് ആൻഡ് ഓൺലി ഇഫ് ക്ലോസ്ഡ് ആയിരിക്കും. അല്ല റിസൾട്ട് പറയും. സോ ഇത് കംപ്ലീറ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ എക്സ് ക്രോസ് വൈ ആയിരിക്കും. സോ യൂസിങ് ദ എബോവ് റിസൾട്ട് വി ഗെറ്റ് ഗ്രാഫ് ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ ഗ്രാഫ് ഓഫ് ടി ക്ലോസ്ഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻ എക്സ് ക്രോസ് വൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻ എക്സ് ക്രോസ് വൈ ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ഇൻ എക്സ് ക്രോസ് വൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ ഗ്രാഫ് ഓഫ് ടി കംപ്ലീറ്റ് ഇൻ എക്സ് ക്ലോസ് വൈ ആണെന്ന് കിട്ടി. സിൻസ് ഡൊമൈൻ ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ഗിവൺ കണ്ടീഷനാണ്. ഡൊമൈൻ ഓഫ് ടി ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട് ഇൻ ദ കംപ്ലീറ്റ് നോർമൽ സ്പേസ് എക്സ്. യൂസിങ് ദ റിസൾട്ട് അത് സെയിം റിസൾട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഡൊമൈൻ ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് നോർമൽ സ്പേസ് എക്സിൽ ക്ലോസ്ഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ സെയിം റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് ഡൊമൈൻ ഓഫ് ടി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ സെയിം റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡൊമൈൻ ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കും ഇൻ എക്സ്. ക്ലിയർ ആണല്ലോ? ഡൊമൈൻ ഓഫ് ടി ഈസ് കംപ്ലീറ്റ് ഇൻ എക്സ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഗ്രാഫ് ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻ എക്സ് ക്രോസ് വൈ ആണെന്ന് കിട്ടി. ഡൊമൈൻ ഓഫ് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻ എക്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ദെൻ വി കൺസിഡർ എ മാപ്പിംഗ് പി. വി കൺസിഡർ എ മാപ്പിംഗ് പി ഫ്രം ഗ്രാഫ് ഓഫ് ടി ടു ഡൊമൈൻ ഓഫ് ടി. ഗ്രാഫ് ഓഫ് ടിയിൽ ഡൊമൈൻ ഓഫ് ടിയിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. അതായത് ഗ്രാഫ് ഓഫ് ടി ഒരു എലമെൻറ്റിൻ്റെ ഫോം നമുക്കറിയാം, എക്സ് ടി എക്സ് എന്നായിരിക്കും ഗ്രാഫ് ഓഫ് ടി എലമെൻറ്റിൻ്റെ ഫോം. അതിങ്ങോട്ട് മാപ്പ് ചെയ്യുക, എക്സിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് മാപ്പിംഗ്. ഇങ്ങനെയാണ് ഞാൻ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. പി ഓഫ് എക്സ് ടി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ മാപ്പിംഗ് 1 ആണ്, ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കണം. അതേപോലെ തന്നെ ലീനിയർ ആണെന്ന് കാണിക്കണം, ബൗണ്ടഡ് ആണെന്ന് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണിക്കണം. ഫസ്റ്റ് പി ഈസ് 1 കൺസിഡർ പി ഓഫ് x1 tx1 ഈക്വൽ ടു പി ഓഫ് x2 tx2 എന്ത് കാണിക്കണം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? x1 tx1 എന്ന് പറയുന്നതും 1 ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ x1 tx1 എന്ന് പറയുന്നു, x2 tx2 എന്ന് പറയുന്നു ഈക്വൽ ആണെന്ന് കാണിക്കണം 1 ആകാൻ. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് by definition p of x1 tx1 is x1, p of x2 tx2 is x2. So that implies x1 equal to x2 എന്ന് കിട്ടും. x1 equal to x2.
That implies x1 x2 equal ആണെങ്കിൽ x1 t x1 which is equal to x2 t x2 ആയിരിക്കും. x1 t x1 എന്ന് പറഞ്ഞാൽ x2 t x1 equal ആയിരിക്കും. So p is 1 1. നെക്സ്റ്റ് p on to ആണെന്ന് കാണിക്കണം. That means p on to ആണെന്ന് കാണിക്കാൻ വേണ്ടി for each x element of domain of t there exists an element ഏതെടുത്താൽ മതി xtx belongs to g of t graph of t such that p of xtx എടുത്ത് എന്ത് കിട്ടും x കിട്ടും. അപ്പം ഡൊമൈൻ ഓഫ് ടിയിൽ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്. ഏതാണ് എക്സ് ടി എക്സ് എന്നൊരു പ്രീ ഇമേജ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എക്സ് ടി എക്സ് എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ഉണ്ട്. സോ വി ഗെറ്റ് ഏതൊരു എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്ന ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പി ഈസ് ലീനിയർ. രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യുക. x1 t x1 x2 t x2 belongs to g of t and we consider p of alpha x1 t x1 plus ആണ് plus beta x2 t x2 which is equal to p of എഴുതുക p of alpha x1 plus beta x2 comma alpha t x1 plus beta t x2 എന്ന് വരും. നമ്മുടെ ഈ ഒരു ഡെഫിനേഷൻ അനുസരിച്ച് that become alpha x1 plus beta x2 that is equal to x into p of x1 t x1 that is equal to alpha into p of x1 t x1 plus beta into p of x2 t x2 എന്ന് കിട്ടും. Therefore p is linear. Next p is bounded. Consider norm p of xtx. Norm p of xtx is norm x which is less than or equal to norm x plus norm tx. Norm x plus norm tx ne നമുക്ക് ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് norm definition വെച്ചുകൊണ്ട് norm x plus norm tx become norm xtx. Okay, so we get norm px tx less than or equal to norm xtx എന്ന് കിട്ടി. നമ്മുടെ കണ്ടീഷൻ ഇതായിരുന്നു. ലീനിയർ ഓപ്പറേറ്റർ ബൗണ്ടറി ആണെന്നുണ്ടെങ്കിൽ norm tx less than or equal to c into norm x എന്ന് കിട്ടണം for all x element of domain of t. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? norm px tx less than or equal to 1 into norm x tx എന്ന് കിട്ടി. less than or equal to 1 into norm x tx. That is here c is 1. Here c is 1. Okay, therefore p is bounded. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? p എന്ന് പറയുന്നത് ലീനിയർ ആണ്, p ബൗണ്ടഡ് ആണ്, p 1 1 ആണ്, p on 2 ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം യൂസ് ചെയ്യാം. ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം പറയുന്നതായിരുന്നു if t is a bounded inverse theorem പറയുന്നതായിരുന്നു a bounded linear operator t from a Banach space x onto a Banach space y is bijective, then its inverse is bounded and continuous and bounded എന്നാണ് പറയുക. അതായത് ഒരു Banach സ്പേസിൽ നിന്ന് ഒരു Banach സ്പേസിലേക്കുള്ള ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ബൈജക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയിരിക്കും, ഇൻവേഴ്സ് ബൗണ്ടഡ് ആയിരിക്കും. അതാണ് ബൗണ്ടഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അത്തരത്തിലൊരു മാപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. പി എന്ന് പറയുന്നത് ഒരു Banach സ്പേസിൽ നിന്നും ഒരു Banach സ്പേസിലേക്കുള്ള മാപ്പിംഗ് ആണ്. ശരിയല്ല, ഗ്രാഫ് ഓഫ് ടി കംപ്ലീറ്റ് ആണെന്ന് കണ്ടു, ഡൊമൈൻ ഓഫ് ടിയും കംപ്ലീറ്റ് ആണ്. സോ രണ്ടും Banach സ്പേസ് ആണ്. സോ പി ഈസ് എ മാപ്പിംഗ് ഫ്രം എ Banach സ്പേസ് ടു എ Banach സ്പേസ്. ദെൻ പി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് നമ്മൾ കണ്ടു, പി ബൗണ്ടഡ് ആണെന്ന് കേട്ടു. ഇതൊരു ബൈജക്റ്റീവ് മാപ്പിംഗ് ആണ്, 1 1 on 2 ആണ്. ദാറ്റ് ഇസ് പി ഈസ് എ ബൈജക്റ്റീവ് മാപ്പിംഗ്. പി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എ Banach സ്പേസ് ഓൺ ടു എ Banach സ്പേസ് വിച്ച് ഈസ് ബൈജക്റ്റീവ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വിച്ച് ഈസ് ബൈജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ബൗണ്ടറി ഇൻവേഴ്സ് തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ഇൻവേഴ്സ് എന്തായിരിക്കും? പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നോട്ട് മാപ്പ് ചെയ്യാം? ഡൊമൈൻ ഓഫ് ടിയിൽ നിന്നും ജി ഓഫ് ടിയിലേക്ക്, ഗ്രാഫ് ഓഫ് ടിയിലേക്ക്, വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ പി ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ടി എക്സ്. സോ ബൈ യൂസിങ് ദ ബൗണ്ടറി ഇൻവേഴ്സ് തിയറം ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് കൊടുക്കണം. പി ഇൻവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതി പോകണം. പി ഇൻവേഴ്സ് ഫ്രം ഡൊമൈൻ ഓഫ് ടി ടു ഗ്രാഫ് ഓഫ് ടി ഡിഫൈൻഡ് ബൈ പി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ടി എക്സ് ഈസ് ബൗണ്ടഡ്. അപ്പം പി ഇൻവേഴ്സ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം യൂസ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ പി ഇൻവേഴ്സ് ബൗണ്ടഡ് ആണെങ്കിൽ therefore there exists some constant b such that norm p inverse x less than or equal to b into norm x for all x element of domain of t. Okay, p inverse domain of t ൽ g of t ലേക്ക് മാപ്പ് ചെയ്യും. സോ ബൗണ്ടഡ്നെസ് കണ്ടീഷൻ, ഒരു ലീനിയർ ഓപ്പറേറ്റർ ബൗണ്ടഡ് ആണ് കണ്ടീഷൻ. there exists a constant b such that norm p inverse x less than or equal to b into norm x for all x element of domain of t. Then p inverse x and norm p. Okay, right. Next consider norm tx. Norm tx less than or equal to norm tx plus norm x, right? which is equal to norm xtx, which is equal to norm xtx. Okay, which is equal to norm xtx, right? അത് നിങ്ങൾക്ക് നോം എക്സ് ടി എക്സ് എന്ന് പറഞ്ഞാലും ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ തിരിച്ചിടും. ദാറ്റ് ഇസ് നോം ടി എക്സ് പ്ലസ് നോം എക്സിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നോം എക്സ് പ്ലസ് നോം ടി എക്സ് എന്ന് എഴുതാം.
സംശയം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ മതി. നോം ടി എക്സ് പ്ലസ് നോം എക്സ് ഈസ് സെയിം ആസ് നോം എക്സ് പ്ലസ് നോം ടി എക്സ് ഒന്ന് മാറ്റി എഴുതി. സോ ഇതിനെ നമുക്ക് ഈ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നോം എക്സ് പ്ലസ് നോം ടി എക്സിന് എങ്ങനെ എഴുതാം? നോം എക്സ് ടി എക്സ് എന്ന് എഴുതാം. നോം എക്സ് ടി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നോം എക്സ് ടി എക്സ് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. നോം എക്സ് ടി എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു നോം പി ഇൻവേഴ്സ് എക്സ് ആണ്. നോം എക്സ് ടി എക്സ് ഇസ് നോം പി ഇൻവേഴ്സ് എക്സ് ആണ്. ക്ലിയർ ആണല്ലോ, നേരത്തെ പറഞ്ഞു പി ഇൻവേഴ്സ് എക്സ് മാപ്പിംഗ് പറഞ്ഞതാണ്. നോം പി ഇൻവേഴ്സ് എക്സ് ആണ്. നോം പി ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ടി. ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് നോം ടി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ടി. ഓക്കെ, ഫോർ സം കോൺസ്റ്റൻറ്റ് ബി. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നോം ടി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ടി എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതായിരുന്നു ബൗണ്ടഡ്നെസ് കണ്ടീഷൻ അല്ലേ. ടി ബൗണ്ടഡ് ആകാനുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ടി ഈസ് ബൗണ്ടഡ്. സോ വി ഗെറ്റ് ടി ഈസ് ബൗണ്ടഡ്. അതായത് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ബൗണ്ടഡ് ആണെന്ന് കിട്ടി. There exists a constant b such that norm tx less than or equal to b into norm x for all x element of domain of t. അതോട് എഴുതി പോകുന്ന സൈഡിൽ for all x element of domain of t. That implies t is bounded. അപ്പോൾ അതല്ലായിരുന്നു നമുക്ക് വേണ്ടത്. അതായിരുന്നു ക്ലോസ്ഡ് ഗ്രാഫ് തിയറം പറയും. അതായത് ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ബൗണ്ടഡ് ആകാനുള്ള സഫീഷ്യൻറ്റ് കണ്ടീഷൻ, അതിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ആയാൽ മതി. അപ്പോൾ അതാണ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ഉൾപ്പെടെ പഠിച്ചു വെക്കണം. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ.